ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. വീട്ടിൽ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ആവിയിൽ വേവിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള എളുപ്പത്തിലുള്ള സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഒരു കാര്യം, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷേ ഉൾഭാഗം കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം കൂടി പോവരുത്, നല്ല കട്ടിയായിട്ടുള്ള ഇതുപോലെ നല്ല കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള ശർക്കര വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ 2 ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ള വെള്ളമാണിത്. നല്ല ചൂടോട് കൂടി തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ്, പിന്നെ നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടി കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതോ അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ഒന്ന് നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതോ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. ഇഡ്ഡലി പാത്രത്തിലാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് പാത്രത്തിൽ ഓരോ കുഴിയിലും കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഓരോ തവി മാവ് വീതം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ ഒരു തട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 8 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പപ്പടക്കോലൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വെന്തണമെന്ന് അർത്ഥം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു സമയത്ത് മുകൾ ഭാഗം തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ഒട്ടലൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പ്രശ്നമാക്കേണ്ട, ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതൊന്നും കുഴപ്പമുണ്ടാവില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും, ഒട്ടലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു പലഹാരം നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാവേ ഇല്ല. ചക്ക വെച്ചിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.